മാസങ്ങളായുള്ള കോൺസ്റ്റിപ്പേഷൻ, ലാക്സേറ്റീവ് ഉപയോഗിക്കാതെ ബാത്റൂമിൽ പോവാനേ പറ്റുന്നില്ല. അപ്പൊ ഇതൊരു ശീലമായി മാറുമോ, അതോ കോൺസ്റ്റിപ്പേഷന് വേറെ കാരണങ്ങളുണ്ടോ? ഇങ്ങനെ പല സംശയങ്ങളും പലർക്കും തോന്നിയേക്കാം. ശരിയാണ്, ലാക്സേറ്റീവിന്റെ ലോങ് ടേം യൂസ് ലാക്സേറ്റീവ് ഡിപ്പെൻഡൻസ് എന്നൊരു കണ്ടീഷനിലേക്ക് നയിച്ചേക്കാം. നമ്മുടെ കുടലിന്റെ സ്വാഭാവികമായുള്ള പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്സ്, മലം പുറന്തള്ളാനുള്ള കഴിവ് ഇവയെല്ലാം കുറഞ്ഞു വന്നു എന്നും കണ്ടേക്കാം. അതുമാത്രമല്ല, കോൺസ്റ്റിപ്പേഷൻ ഒരു പ്രധാന സിംറ്റമായി വരുന്ന ചില രോഗാവസ്ഥകൾ മിസ് ചെയ്യുവാനുള്ള സാധ്യതയും ഇതിലുണ്ട്. കോൺസ്റ്റിപ്പേഷന് എന്തൊക്കെയാണ് കാരണങ്ങൾ? ലാക്ക് ഓഫ് എക്സസൈസ്, ലെസ് ഫൈബർ ഇൻടേക്ക്, ലെസ് വാട്ടർ ഇൻടേക്ക്, ചില മെഡിക്കേഷൻസ് ലൈക്ക് സൈക്കാട്രിക് മെഡിക്കേഷൻസ്, ഹെൽത്ത് ഇഷ്യൂസ് ലൈക്ക് തൈറോയിഡ് ഇഷ്യൂസ്, ഇങ്ങനെ ഓൾഡ് ഏജ് കോൺസ്റ്റിപ്പേഷൻ, ഇങ്ങനെ പല പല കാരണങ്ങളും കോൺസ്റ്റിപ്പേഷനും ഉണ്ട്. കോൺസ്റ്റിപ്പേഷൻ തനിയെയോ അല്ല ഒരു അസോസിയേറ്റഡ് സിംറ്റം ആയിട്ടോ പ്രസന്റ് ചെയ്യാറുണ്ട്. ഏതാണ് ഇതിന്റെ കാരണം എന്ന് കണ്ടെത്തി ചികിത്സിക്കുക എന്നതാണ് പ്രധാനമായിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ കോൺസ്റ്റിപ്പേഷൻ അസോസിയേറ്റ് ചെയ്ത് വരുന്ന രോഗാവസ്ഥകളിൽ അതിന്റെ കൂടെ വെയിറ്റ് ലോസ്, ഫീവർ, അല്ലെങ്കിൽ സ്റ്റൊമക് പെയിൻ, ബ്ലീഡിംഗ് പെർ റെക്ടം, ഇങ്ങനെയുള്ള റെഡ് ഫ്ലാഗ്സ് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് ആയുർവേദ മരുന്നുകൾ അകത്തേക്കും അതുപോലെ തന്നെ പഞ്ചകർമ്മ ചികിത്സകളായ വസ്തി മുതലായവയും വളരെ ഫലപ്രദമാണ്.